നമസ്കാരം. ഓച്ചിറ കലാകേന്ദ്രം ഒരു രണ്ടാമത്തെ സ്വപ്നതുല്യമായ ഒരു സാക്ഷാത്കാരത്തിന്റെ വക്കിലാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് ഇസ്മായിൽ പുള്ളാട്ടിന്റെ സിസിലി ടു റിയാദ് ടു കൊച്ചി എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങാണ്. പ്രവാസി സമൂഹത്തിന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ഓച്ചിറ കലാകേന്ദ്രത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഈ തബൂക്കിലെ സംഘടനാ നേതൃത്വങ്ങളുടെയും പ്രവാസി സമൂഹവും ഒപ്പം വ്യാപാര മേഖലയിലുള്ളവരുമാണ്. എപ്പോഴും അവരോട് ഞങ്ങൾ ഇടനെഞ്ചിനോട് ചേർത്ത് നിർത്തുന്നു. തബൂക്കിന്റെ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ പ്രമുഖനായ വ്യക്തിയാണ് ശ്രീ ഇസ്മായിൽ പുള്ളാട്ട്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോവലാണ് സിസിലി റിയാദ് ടു കൊച്ചി എന്ന നോവല്. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ പ്രകാശനത്തിലും സംബന്ധിക്കാൻ കഴിഞ്ഞു. ചില്ലിട്ട മുറികൾ എന്ന നോവൽ വളരെ മനോഹരമായ ഒരു നോവലായിരുന്നു. അതുപോലെയാണ് രണ്ടാമത്തെ നോവൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. പ്രവാസ ലോകത്തെ നീറുന്ന ഓർമ്മകളും അനുഭവങ്ങളുമാണ് അദ്ദേഹത്തിന്റെ കഥയിലൂടെ പ്രതിപാദിക്കുന്നത്. സിസിലി എന്ന ജീവകാരുണ്യ രംഗത്തെ ഒരു മാലാഖയെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഇവിടെ ഒരു കഥ രചിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ മനോഹരമായ ഒരു കഥയായിട്ടായിരിക്കും ഇതും പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോഴിക്കോട് ഡെസ്റ്റിനി ബുക്സാണ് സിസിലി റിയാദ് ടു കൊച്ചി എന്ന നോവല് പ്രസിദ്ധീകരിച്ചത്. എൻ്റെ ആദ്യ നോവൽ ചില്ലിട്ട മുറികൾ എന്നുള്ളത് അവർ തന്നെയായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമായിട്ടും ആദ്യ നോവലിൻ്റെ വിജയം കൊണ്ട് തന്നെയാണ് അവർ വീണ്ടും നമ്മൾക്ക് വേണ്ടി അത് പ്രസിദ്ധീകരിച്ചു തന്നത്. നല്ല രീതിയിലുള്ള പ്രീ ബുക്കിങ്ങും സിസിലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ അതെല്ലാം കിട്ടിയ അഡ്രസ്സിലെല്ലാം നമ്മളത് നൽകുന്നതാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ വായനക്കാർക്കും എൻ്റെ ഒരായത് കൃതജ്ഞത അറിയിക്കുകയാണ്. ആദ്യ നോവൽ പോലെ ഇതും വൻ വിജയമാക്കി തരുമെന്നുള്ള പ്രതീക്ഷയോടെ സ്മരിക്കുകയാണ്.